എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗൗതമിന്റെ അളകനന്ദയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അരുണിന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം തനിക്ക് ഒരിക്കലും ഒരു അച്ഛനായിട്ട് സാധിക്കില്ല. ആ സമയത്താണ് അവൾ ഗർഭിണിയായിരിക്കുന്ന പവിത്ര അപ്പൊ തന്നെ ചതിക്കുകയാണ്. അവള് കാമുകനോടൊപ്പം ചേർന്ന് കാമുകന്റെ കുഞ്ഞിനെ വയറ്റി പേറിക്കൊണ്ട് തന്റെ കുഞ്ഞാന്ന് പറഞ്ഞ അവൾ വലിയ നാടകം കളിക്കുകയാണ്. ഇന്ത്യവരത്തിലെ ചോരയാന്ന് ഓർത്തുകൊണ്ട് ഇവിടെ എല്ലാവരും കിടന്ന് സന്തോഷിക്കുകയാണ്. അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോഴത്തേനും അരുണിന്റെ മനസാക്ഷി തന്നെ അവനോട് പറയാണ്, നീ എത്രയും പെട്ടെന്ന് തന്നെ അവളുടെ കാമുകനെ കണ്ടെത്തണം എന്നൊക്കെ മനസാക്ഷി പറയാണ്. പിന്നീട് പവിത്രയുടെ അരിയിലേക്ക് അരുൺ ചെല്ലുവാണ്. ആ സമയം പവിത്ര ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചിട്ട് നിൽക്കുകയാണ്. അരുൺ അങ്ങോട്ട് ചെന്നിട്ട് അവളുടെ കഴുത്ത് പിടിച്ച് തിരിക്കാനുള്ള ഒരു ദേഷ്യത്തോടെ അങ്ങ് ചെല്ലുന്നേ. പക്ഷെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ചതിച്ച് ഇവളുടെ കാമുകനും ചേർന്നാന്നറിയാം. പക്ഷെ അവളുടെ കാമുകനെ കണ്ടെത്തിയതിന് ശേഷം മാത്രം ഇവളെ കൊല്ലാവുള്ളൂ. അതിനുമുമ്പ് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് അരുണിന്റെ മനസാക്ഷി പറഞ്ഞു കഴിയുമ്പോഴത്തേനും അരുൺ പെട്ടെന്ന് കയ്യങ്ങോട്ട് പിൻവലിക്കുകയാണ്. ഈ സമയം ഇതൊന്നും അറിയില്ലാതെ പവിത്ര പതുക്കെ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേനും അരുൺ പുറകെ നിൽക്കുന്നുണ്ട്. ഇതെന്താ അരുണേട്ടാ ഒന്നും മിണ്ടാതെ എന്റെ പുറകെ വന്ന് നിൽക്കണമെന്ന് ചോദിക്കുക. പെട്ടെന്ന് അരുണ ഭാവമൊക്കെ അങ്ങോട്ട് മാറ്റി, ഒന്നുമില്ലാന്ന് പറയാം. അരുണേട്ടൻ എന്ത് പറ്റി? കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം ഞാൻ ശ്രദ്ധിക്കുക, അരുണേട്ടൻ ഇവിടെ എങ്ങുമല്ല, എന്നോട് എന്തോ വലിയ ദേഷ്യമുള്ള പോലെയുള്ള പെരുമാറുന്നേ. ഡോക്ടറിനെ എന്തെങ്കിലും പറഞ്ഞോന്ന് ചോദിക്കുക. പവിത്രയുടെ ടെൻഷൻ ഇനിയിപ്പോൾ തൻ്റെ വയറ്റിൽ കുഞ്ഞില്ലാന്നെങ്ങാനും ഡോക്ടർ പറഞ്ഞു. അതിനെ തന്നെ പരിശോധിച്ചൊന്നുമില്ലോ, പിന്നെ എങ്ങനെ ഡോക്ടർ അത് പറയണേ എന്നൊരു ചിന്തയും പവിത്രയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. ഈ സമയം അരുൺ പറഞ്ഞു, ഒന്നുമില്ലാന്ന് പറയണം. പിന്നീട് പവിത്രയോട് ചോദിച്ചു, അല്ല ഇപ്പം നീ വീട്ടിൽ പോകാറുണ്ടോ? ഞാൻ പോയതിന് ശേഷം നീ വീട്ടിൽ പോയാലും ചോദിക്കണം. ഇത് കേട്ടതും പവിത്ര ചോദിച്ചു, അതെന്താ അരുണേട്ടാ അങ്ങനെ ചോദിച്ചേ? ഞാൻ അങ്ങനെ വീട്ടിൽ പോകാറില്ലെന്നുള്ള കാര്യം അരുണേട്ടന് അറിയാവുന്നല്ലേന്ന് ചോദിക്കുക. അല്ല പിന്നീട് നീ അയാളെ കണ്ടായിരുന്നോ? നിന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ, നിന്റെ കഴുത്തിൽ ആദ്യമായിട്ട് താലിയാർത്തി ഒരുത്തൻ, അയാളെ നീ പിന്നീട് അങ്ങനെ കണ്ടായിരുന്നു ചോദിക്കും. അതെങ്ങനെ ഞാൻ അയാളെ കാണാനാ? ഞാൻ അയാളെ കാണാനൊന്നും പോയിട്ടില്ല. അരുണേട്ടൻ ഇവിടുന്ന് പോയതിന് ശേഷം ഞാനെങ്ങും പോയിട്ടില്ല എന്ന് പറയാണ്. ഇനി അയാളാണോ കുഞ്ഞിന്റെ അച്ഛൻ എന്നൊരു ചിന്തയൊക്കെ അരുണിന്റെ മനസ്സിലുണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് അരുൺ അങ്ങനെയൊക്കെ ചോദിക്കുന്നത്. പിന്നീട് പവിത്ര വെച്ചു, എന്ത് പറ്റി അരുണേട്ടാ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ കാരണം എന്താ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിൽ തുറന്നു പറയാന്ന് പറയണേ. ഒന്നുമില്ല എന്ന് പറയണേ. അല്ല ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, അരുണേട്ടൻ എന്തോ എന്നോട് അത്ര താല്പര്യം ഇല്ലാത്ത പോലെ, എൻ്റെ വയറ്റിൽ വരുന്ന കുഞ്ഞിനോടും താല്പര്യം ഇല്ലാത്ത പോലെ പെരുമാറുന്നേ. ഇവിടെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്, അതുകൊണ്ട് ഞാൻ ചോദിച്ചാന്ന് പറയണേ. ഇത് കേട്ടപ്പോൾ അരുൺ പറഞ്ഞു, ഒന്നുമില്ലാന്ന് പറഞ്ഞ് അരുൺ അങ്ങോട്ട് കയറി പോവാണ്. പവിത്രയ്ക്ക് മനസ്സിലായി എന്തോ ആ മനസ്സിൽ തട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം താൻ ഗർഭിണിയല്ലെന്നെങ്ങാനും അറിഞ്ഞിട്ടാണോ? ദൈവമേ, അങ്ങനെയാണെങ്കിൽ തീർന്നു. എന്താ ചെയ്യണ്ടേ? ആ കനകമ്മ കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോഴത്തേനും പവിത്രയ്ക്ക് പേര് നിയന്ത്രണം വിട്ടുപോയി. പക്ഷേ എങ്കിൽ അരുണിന് അറിയത്തില്ലല്ലോ അവളുടെ വയറ്റിൽ കുഞ്ഞില്ല, അവൾ കള്ളഗർഭം നടിക്കുന്നുള്ള കാര്യം. ആ സമയം ജഗന്നാഥനും മോഹിനിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മോഹിനി പറഞ്ഞു, ഇതിനിപ്പം ഇങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തീരുമാനം ഉണ്ടാകണം. ആ നന്ദു എന്ന് പറയുന്ന ആ ചക്കൻ അവൻ ഇവിടെ അധികാരം സ്ഥാപിക്കുന്നതിന് മുമ്പ് അവനെ ഈ വീട്ടിൽ നിന്ന് തന്നെ ഇറക്കി വിടാൻ വേണ്ടുന്ന കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ അത് നോക്കണമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ജഗന്നാഥൻ പറഞ്ഞു, അതൊക്കെ വല്ലതും നടക്കുന്ന കാര്യമാണോ മോഹിനി? എന്തുകൂടെ നടന്നുകൂടാ? ആ നന്ദു എന്ന് പറയുന്ന എങ്ങോന്നോ വന്ന് തെണ്ടി തിരിഞ്ഞ് വന്ന് ആ ചെക്കനെ കയറ്റിപ്പിടിച്ച് ഇവിടെ അധികാരം കൊടുത്ത് കയറ്റിയെടുത്തുന്ന വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. നമുക്കിത് കാര്യമായിട്ട് തന്നെ സംസാരിക്കണം എന്ന് പറയണം. പിന്നീട് ലക്ഷ്മിയും പവിത്ര അവരെല്ലാവരും കൂടെ അങ്ങനെ ഇരിക്കുന്ന സംസാരിക്കുന്ന സമയത്ത് അരുണും ഉണ്ടാക്കൂടെ. അപ്പോഴേക്കുമാണ് മോഹിനി ജഗന്നാഥനും കൂടെ വരുന്നത്. അങ്ങനെ വന്ന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പം എങ്ങനെയെങ്കിലും അവസാനം ഈ നന്ദുവിലേക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് കൊണ്ടേ എത്തിക്കണം. അതിന് വേണ്ടിയിട്ട് മോഹിനി ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് പിങ്കിയോട് പറഞ്ഞു, അല്ല നന്ദുവിനിപ്പം പഴയതുപോലെ വല്ല പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയാണ്. ഇത് കേട്ട പിങ്കി പറഞ്ഞു, ആ നന്ദ കാരണമാണ്, നന്ദ വന്ന ചികിത്സ മാത്രമാണ് അവൻ്റെ കാല് ഭേദമായെന്നൊക്കെ പറയാണ്. ഈ സമയം ഒന്ന് ആലോചിച്ചിട്ട് മോഹിനി പറഞ്ഞു, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അവനെ ചികിത്സിച്ചിട്ട് വലിയ കാര്യമൊന്നും ഇല്ലെന്ന് പറയാണ്. ഇത് കേട്ട പിങ്കി ചോദിച്ചു, എന്താ ചെറിയമ്മ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുക. അല്ല അവന് ഇപ്പം ചികിത്സിച്ചിട്ട് ഭേദമാക്കിയിട്ട് ഇപ്പം എന്ത് ചെയ്യാനാ? അവന് ഈ കുടുംബത്തിലെ പോലും അല്ലോ, ഇന്ത്യവരത്തിലെ ആരും അല്ലല്ലോ എന്ന് പറയണം. ഇത് കേട്ട ലക്ഷ്മി പറഞ്ഞു, എന്ത് വർത്താനാ മോഹിനി ഈ പറയണെന്ന് ചോദിക്കുക. അല്ല ഞാൻ പറഞ്ഞത് ശരിയല്ലേ, അവൻ ദത്തുപുത്രനല്ലേ, ഗൗതമിന്റെ ചോരയൊന്നും അല്ലല്ലോ. എവിടെയോ കിടന്നൊരു ചെക്കൻ അവനെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് വളർത്തുന്നു. പിങ്കിയുടെ ഗൗതത്തിന്റെ മകനായിട്ട് വളർത്തുന്നു. അതിനേക്കാൾ ഉപരി അവൻ ഈ കുടുംബമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടോ എന്ന് ചോദിക്കുക. എന്നിട്ടോ അവന്റെ കാര്യത്തിൽ എല്ലാവർക്കും ഇവിടെ എന്തിരിതാ? അവൻ പറയുന്ന അനുസരിക്കുന്നു. അവനിപ്പോ പറയാ നന്ദനെ ആ ഗൗരീനും കൂടെ ദത്തെടുക്കണമെന്ന് പറഞ്ഞ ഉടനെ നിങ്ങൾ ഇങ്ങോട്ട് ദത്തെടുക്കുമെന്ന് ചോദിക്കുകയാണ്. അല്ല അവനത് പറഞ്ഞോണ്ടല്ലേ ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ലക്ഷ്മി പറഞ്ഞു, അതെ ഇങ്ങനെയൊന്നും പറയരുത് മോഹിനി, എത്രയാന്ന് പറഞ്ഞാലും അവന് ഞങ്ങൾ ഈ കുടുംബത്തിലെ കുട്ടിയായിട്ട് തന്നെ കാണുന്നതെന്ന് പറയാണ്. ഇത് കേട്ടപ്പം ജഗന്നാഥൻ പറഞ്ഞു, അത്രയ്ക്ക് പറയാനൊന്നും ഇല്ലല്ലോ, അവൻ പറയുന്ന അനുസരിക്കാൻ വേണ്ടി അവൻ ഈ കുടുംബത്തിലെ ആരുമല്ലല്ലോ.
മോഹിനി പറഞ്ഞു അത് ശരിയാ. ഈ പറയുന്ന പവിത്രയുടെ വയറ്റിൽ വരുന്ന കുഞ്ഞ് അത് പുറത്ത് വന്നിട്ട് അത് പറയണേ, അതിനെക്കുറിച്ച് പറയുന്ന കാര്യത്തിൽ ഒരു ന്യായമുണ്ടെന്ന് പറയണം. എൻ്റെ പവിത്രയുടെ വയറ്റിൽ വരുന്ന കുഞ്ഞുങ്ങോട് വന്നോട്ടെ, അതിനുശേഷം കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞാൽ അവനാണ് ഇന്ത്യവരത്തിലെ യഥാർത്ഥ അവകാശം എന്ന് പറയാം. പെട്ടെന്ന് ലക്ഷ്മി പറഞ്ഞു അത് ആണെന്നുള്ള കാര്യത്തിൽ മോഹിനിക്ക് സംശയമൊന്നുമില്ല. മോഹിനി അങ്ങ് തീരുമാനിച്ചോന്ന് ചോദിക്കണം. അല്ല അത് പിന്നെ ഏട്ടത്തി ഞാൻ എന്തൊക്കെയാ മോഹിനി നീ പറയണേ? വയറ്റിൽ കിടക്കുന്ന കുഞ്ഞാ. നമ്മളെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ നമുക്കൊരു ഉറപ്പില്ല. അറിയാലോ, നന്ദയുടെ കാര്യത്തിൽ തന്നെ അറിയാലോ. എല്ലാവരും കൂടെ എത്ര സന്തോഷത്തോടിട്ടാ അഭിമന്യുവിൻ്റെ കാര്യത്തിൽ. അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ അവനെ. നമ്മളൊന്നും ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും ആയിരിക്കില്ല കാര്യങ്ങൾ. ദൈവം ഒരാൾ പറഞ്ഞ് മുകളിലിരിപ്പുണ്ട്, അവരും കൂടെ തീരുമാനിക്കണമെന്ന് പറയാം. ഇപ്പോഴേ നമ്മളൊന്നും പറയാറായിട്ടില്ലെന്ന് പറയാം. പവിത്ര പറഞ്ഞു എന്തിനാ വെറുതെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വഴക്കുണ്ടാക്കണേ, അതിൻ്റെ കാര്യമൊന്നുമില്ല. ഈ സമയം അരുൺ ആകപ്പാട് ഉരുകിയിരിക്കുകയാണ്. അരുണാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പവിത്രയുടെ വയറ്റിൽ വരുന്ന കുഞ്ഞിനെക്കുറിച്ചാണ് അച്ഛനും അമ്മയ്ക്കെല്ലാം പ്രതീക്ഷ, ഇന്ത്യവരത്തിൻ്റെ അവകാശിയാണെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ അത് അവളുടെ കാമുകൻ്റെ കുഞ്ഞാന്നെങ്ങാനും ഈ വീട്ടിലുള്ളവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. അരുണിനാണെങ്കിൽ അത് വിളിച്ചു പറയാനും പറ്റില്ല. അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ ഒന്നും അല്ലാതായി തീരും, തനിക്കൊരു വിലയില്ലാതായി തീരും. പിന്നെ താൻ എന്തിനും ജീവിച്ചിരിക്കുന്നു? ഭാര്യ മറ്റൊരുത്തിൻ്റെ കൂടെ പോയി ഗർഭിണിയായിട്ട് ഇപ്പം തൻ്റെ കുഞ്ഞാന്ന് പറഞ്ഞ് വെച്ചോണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? തൻ്റെ ആണത്തത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമല്ലേ? തനിക്കൊരിക്കലും അച്ഛനാ സാധിക്കില്ലെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാവരും തന്നെ ആ കണ്ണുകൊണ്ടല്ലേ കാണുന്നേ. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പം ആരാണ് തൽക്കാലത്തേക്ക് കരുതി പറയണ്ട. ഇപ്പം ഇവിടെ ഈ സദസ്സ് വന്നത് വെച്ചത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരു നാണക്കേട് വേറെയില്ല. അതുകൊണ്ട് മോഹിനിയും ജഗന്നാഥനും പറയുന്ന ഓരോ കാര്യങ്ങളും അരുണിങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. പിന്നീട് മോഹിനി പറഞ്ഞു എടാ അരുണേ നീ എന്താ ഒന്നും മിണ്ടായിരിക്കുന്നേ, നിനക്കൊരു അഭിപ്രായമില്ലേ എന്ന് ചോദിക്കുക. അരുൺ പറഞ്ഞു ഞാനിപ്പോൾ എന്ത് പറയാനാ അമ്മയെന്ന് ചോദിക്കുക. അല്ലെങ്കിലും നിനക്ക് അങ്ങനെയാണല്ലോ, നിനക്കല്ല എന്ത് പറ്റി ഈയിടെയായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം അരുണാണെങ്കിൽ പണ്ടത്തെ പോലെ ഒന്നുമല്ല, എപ്പോൾ നോക്കിയാലും ഒരു ആലോചന ഇരിപ്പൊക്കെ തന്നെയാണ്. നിനക്ക് നിന്റെ ഭാര്യയുടെ കാര്യത്തിൽ ഒരു ടെൻഷനും ഇല്ല, ഞങ്ങൾക്കുള്ളതിന് നാലിലൊന്നും ടെൻഷൻ നിനക്ക് കാണുന്നില്ലോ എന്ന് പറയണം. ഇത് കേട്ടതും അരുൺ പറഞ്ഞു ഗർഭിണിയായിട്ടുണ്ടെങ്കിൽ ആ കൃത്യസമയത്ത് തന്നെ പ്രസവിക്കും, പിന്നെ ഇനിയിപ്പോൾ അതിന് മാത്രം ടെൻഷൻ അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അമ്മയെന്നൊക്കെ ചോദിക്കുക. ജഗന്നാഥൻ പറഞ്ഞു എന്നാലും ഇതിത്തിരി കടന്നു കൈയായി പോയി എന്നൊക്കെ പറയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിങ്കിക്ക് ഭയങ്കര സങ്കടം വന്നു. കാരണം മോനെ നന്ദുമോനെ ഇവരെല്ലാം കാണുന്നേ, ഇവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന മോഹിനിയാണെങ്കിലും ജഗന്നാഥനും കാണുന്നേ എവിടുന്നോ കയറി വന്ന ഒരു ചെക്കനായിട്ടാ, അല്ലാതെ ഒരു അനാഥ ചെക്കനായിട്ടാണ് കാണുന്നേ. തൻ്റെ മകനായിട്ട് ഇതായിട്ടും കാണുന്നില്ല. കാരണം പവിത്ര ഗർഭിണിയും കൂടെ ആണെന്ന് അറിഞ്ഞപ്പോൾ അവർക്ക് ഒട്ടും സഹിക്കുന്നില്ല. അവരുടെ വിചാരം അവരുടെ സ്വത്തുക്കളൊക്കെ പോകുമെന്നൊരു ചിന്ത ഉള്ളതുകൊണ്ട് മാത്രമാണ് അങ്ങനെയൊക്കെ, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ലെന്നുള്ള കാര്യം ഈ പറയുന്ന ലക്ഷ്മിക്കൊക്കെ നന്നായിട്ടറിയാം. അങ്ങനെ അവരെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നിർമ്മൽ ഒരു കാര്യം തീരുമാനിച്ചു. കാരണം ഇനി ഇങ്ങനെ വെറുതെ വിട്ട് കാര്യമില്ല. പാവം ഗൗരിമോള് അതിൻ്റെ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ടോ ആ കാര്യങ്ങളൊക്കെ തുറന്നു പറയണം. താനാണ് ഗൗരിമോളുടെ അച്ഛനെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത്, അതല്ലെന്ന് തനിക്ക് പറയണം. ഇനിയിപ്പോൾ ആരൊക്കെ വിശ്വസിച്ചാലും കുഴപ്പമില്ല, വിശ്വസിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇന്ത്യവരത്ത് ചെന്ന് സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ തന്നെ നിർമ്മല തീരുമാനിച്ചു. അങ്ങനെ പച്ചയ്ക്ക് അങ്ങോട്ട് എന്നാൽ പറയാൻ പറ്റില്ലല്ലോ, അതിനുള്ള ധൈര്യം കുറവായിരുന്നു. ഇച്ചിരി രണ്ടെണ്ണമൊക്കെ അടിച്ചിട്ട് ചിലവണ നന്നായിട്ട് മദ്യപിച്ചിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. ഈ സമയം ഗൗതം എല്ലാവരും അകത്തുണ്ടായിരുന്നു. അങ്ങനെ ചെന്നിട്ട് വിളിക്കുവാണ്. പുറത്തു നിന്നിട്ട് ഗൗതം വിളിച്ചു കഴിയുമ്പോഴത്തേനും ഗൗതമാണ് വന്ന് കഥ തുറക്കാണ്ട് വരുന്നത്. പക്ഷേ കഥ തുറക്കാൻ വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, ഒറ്റ ചവിട്ടിന് കഥയൊക്കെ തുറക്കുവാണ് നിർമ്മല എന്നിട്ട് ആടി അങ്ങ് നിൽക്കുന്നിടത്തേനും ഗൗതം ചോദിച്ചു നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കുകയാണ്. അത് കേട്ടപ്പോൾ നിർമ്മല പറഞ്ഞു എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, അത് പറഞ്ഞിട്ട് എനിക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗൗതം പറഞ്ഞു എനിക്ക് നിന്റെ കൂടുതൽ കാര്യങ്ങളൊന്നും കേൾക്കണ്ടെന്ന് പറയാം. അത് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് പറയണം, ഞാൻ പറഞ്ഞിട്ടോ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. നിങ്ങളത് കേൾക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നഷ്ടമായിരിക്കും എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഗൗതം പറഞ്ഞു നീ എന്ത് പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുന്നത്, നിന്റെ നാടകമൊന്നും ഇവിടെ വേണ്ട, നീ ചെയ്ത ചതി എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയണം. ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് നിർമ്മല പറഞ്ഞു ആരെ ചതിച്ചെന്നാ പറഞ്ഞേ, നിങ്ങളെ ഞാൻ ചതിച്ചെന്നോ, നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കാൻ പറയണം. എന്നിട്ട് പറഞ്ഞു ഇവിടെ ഒന്ന് വെച്ച് പളിച്ച് പറയണോ അതോ ഒരു മിനിറ്റ് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടോ എന്ന് ചോദിക്കുക. പിന്നീട് ഗൗതത്തിനെ വിളിച്ചോണ്ട് അങ്ങോട്ട് പുറത്തേക്ക് അങ്ങോട്ട് മാറി പോവാണ്. അങ്ങനെ പുറത്തേക്ക് മാറിപ്പോയിട്ട് ഗൗതത്തോട് പറഞ്ഞു ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിച്ചാലും കൊള്ളാം വിശ്വസിച്ചില്ലേലും കൊള്ളാം, പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ലെന്ന് പറയണം. ഇത് കേട്ടതും ഗൗതം ചോദിച്ചു നിനക്ക് എന്ത് കാര്യം പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് നന്ദയെക്കുറിച്ചും ഗൗരിയെക്കുറിച്ചും ഒന്ന് പറയണം. അവരെക്കുറിച്ച് പ്രത്യേകിച്ച് എന്താ പറയാതിരിക്കുന്നത്? അല്ല എന്നോട് നന്ദ പറഞ്ഞു നിങ്ങളുടെ ഇന്ത്യപരത്തിൽ എല്ലാവരും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ടെന്ന്, ഗൗരിയുടെ അച്ഛൻ ഞാനാന്ന്. പക്ഷേങ്കിൽ അതങ്ങനെയല്ല എന്ന് പറയണം. അങ്ങനെയല്ലേ? വെറുതെ കള്ളത്തരം പറഞ്ഞുകൊണ്ട് അടിച്ച് ഫിറ്റായിട്ട് വന്നിട്ട് ഓരോ തോന്നിയ ദിവസം വിളിച്ച് പറയാനാണെന്നൊക്കെ ചോദിക്കണം. ഒരിക്കലും അല്ല, ഞാനല്ല ഗൗരിയുടെ അച്ഛൻ, അത് നിങ്ങളാന്ന് പറയണം. ഞാനോ? ഇതേ നിർമ്മല നീ എന്താടാ പറഞ്ഞു വെച്ചാൽ അവൻ്റെ കോളറിന് കയറി ഇങ്ങോട്ട് പിടിക്കണം. നിർമ്മല കൈ ഇങ്ങോട്ട് തട്ടി മാറ്റി കൈ മാറ്റി ഗൗതമേട്ടാന്ന് പറഞ്ഞുകൊണ്ട്
ഇവിടുന്ന് നന്ദി ഇറങ്ങണ സമയത്ത് അവള് ഗർഭിണിയായിരുന്നു, അറിയാമായിരുന്നോ? അങ്ങനെ അവള് രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവള് ശാന്തിപുരത്ത് എത്തിച്ചേർന്നു. ശാന്തിപുരത്ത് വെച്ച് അവള് കുഞ്ഞിന് ജന്മം നൽകിയത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അവിടുത്തെ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ പോയി നോക്ക്. അപ്പൊ കൃത്യമായിട്ട് ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും. എൻ്റെ കൂടെ കൂടിയതിന് ശേഷമാണോ അവൾ പ്രഗ്നന്റ് ആയത്, അതോ നിങ്ങളോടൊപ്പം ആയിരുന്നോ അപ്പോഴാണ് അവൾ പ്രഗ്നന്റ് ആയെന്നുള്ള സത്യം. നിങ്ങളുടെ കുഞ്ഞാണ് ഗൗരി. പക്ഷെ ഇന്ന് വരെ നന്ദ അവളോട് പറഞ്ഞിട്ടില്ല നിങ്ങളാണ് അവളുടെ അച്ഛൻ എന്നുള്ള കാര്യം. ഇത്രയും കാലം മറച്ചു വെച്ചിരിക്കുമായിരുന്നു എന്ന് പറയാണ്. ഇത് കേട്ടതിന് കൂടം കൊണ്ട് തലക്കിട്ട് അടി ഏറ്റ പോലെ പോയി ഗൗതത്തിന്. ഗൗതം അത് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ ഗൗതം നിൽക്കുകയാണ്. ഗൗതത്തിന് തല ഇറങ്ങുന്നവർ തോന്നി. കാരണം ഒരു മനസ്സിലൊരു തോന്നലുണ്ടായിരുന്നു, നന്ദുവിനോടുള്ള അടുപ്പം പോലെ ഗൗരിയോടൊരു അടുപ്പം തോന്നുന്നുണ്ടല്ലോ എന്ന്. അതെന്താണെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, തൻ്റെ ചോരയാണോ അവള്. അങ്ങനെയാണെങ്കിൽ താൻ ഇത്രയും കാലം ആ കുഞ്ഞിനോട് കാണിച്ച ക്രൂരത അത് ചിന്തിച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ ഗൗതം നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.